ഹായ് എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്നൊരു മസാല റൈസിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഞാനിതിൽ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അതും കുക്കർ അടുപ്പത്ത് ചൂടായി വരുമ്പം 2 ടേബിൾ സ്പൂൺ ഓയിൽ, 2 ടേബിൾ സ്പൂൺ ഗീ, അത് ചൂടായി വരുമ്പം വലിയ ജീരകം കുറച്ച് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു വലിയ തക്കാളി, ഒരു കഷ്ണം ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, പിന്നെ 3 കഷ്ണം വെളുത്തുള്ളി, ഒരു വലിയ പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണ് കപ്സ മസാല പൊടി, ഒരു കഷ്ണം മാഗി ക്യൂബ്, ഒരു സ്പൂണ് കുരുമുളക് പൊടി, വെള്ളം ചേർത്ത് നല്ലോണം അരിച്ചെടുക്കാം. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അരി അളന്നിട്ടുള്ളത്. 2 ഗ്ലാസ്സാണ് അരി എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം ചേർക്കുന്നതിന് പകരം 3 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നുള്ളത്. ഇപ്പോൾ അരിച്ച് വെച്ചിട്ടുള്ള കൂട്ടിലേക്ക് തന്നെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് 3 ഗ്ലാസ്സാക്കി ഒഴിച്ചെടുക്കാം. ഇനി വെള്ളം തിളച്ച് വരുമ്പം നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബാസ്മതി റൈസ് നേരത്തെ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അത് വെള്ളമൊന്നും ഇല്ലാണ്ട് നമുക്ക് എല്ലാ അരിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുമ്പം കുക്കറൊന്ന് ഓഫ് ചെയ്യാം. ഒരു വിസിൽ വരുമ്പം ഞാൻ കുക്കറൊന്ന് ഓഫ് ചെയ്ത് വെച്ചിരുന്നു. ഇനി ഇതിൻ്റെ പ്രഷർ അറിയ ശേഷം കുക്കറൊന്ന് തുറന്നു കൊടുക്കാം. ചോറ് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മസാല റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കാൻ നമുക്കിതിൻ്റെ കൂടെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു ഫ്രൈ ഐറ്റം കൂടെ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് സാലഡും ഹോട്ട് ഫ്രൈയും കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. പിള്ളേർ ഇത് ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും അവർ ചോദിച്ച് വാങ്ങി കഴിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബായ്.